വർഷം 1963. കവർച്ചയുടെ പിന്നിലെ സൂത്രധാരനായ ബ്രൂസ് റെയ്നോൾഡ് പുക നിറഞ്ഞ ഇരുണ്ട മുറിയിലിരുന്നു. കവർച്ചയുടെ വിശദാംശങ്ങൾ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുന്നു. ട്രെയിൻ റൂട്ടിൻ്റെ ഭൂപടങ്ങൾ, രേഖകൾ, ട്രെയിനിൻ്റെയും ജീവനക്കാരുടെയും ഫോട്ടോകൾ എന്നിവ ഒരു മേശയിൽ പരന്നു കിടക്കുന്നു. സംഘങ്ങൾ ചുറ്റും കൂടിയിരിക്കുന്നു. റെയ്നോൾഡിനെ ശ്രദ്ധയോടെ കേൾക്കുന്നു. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ളതിൻ്റെ ദീർഘകാല ചരിത്രമുള്ളയാളാണ് പദ്ധതിയുടെ സൂത്രധാരനായ ബ്രൂസ് റെയ്നോൾഡ്. റെയ്നോൾഡ് സംഘത്തിൻ്റെ തലവനായിരുന്നു. കവർച്ച നടപ്പിലാക്കാൻ സഹായിക്കാൻ വ്യത്യസ്ത കഴിവുകളുള്ള ഒരു കൂട്ടം ആളുകളെ അയാൾ ശേഖരിച്ചു. സ്കോട്ട്ലൻഡിനും തലസ്ഥാനത്തിനും ഇടയിൽ സ്ഥിരമായി ഓടുന്ന വൻ തുക വഹിച്ചുകൊണ്ടുപോകുന്ന ഫ്ലൈയിങ് സ്കോട്ട്മാൻ എന്നറിയപ്പെടുന്ന അതിവേഗ മെയിൽ ട്രെയിനായിരുന്നു അവരുടെ ലക്ഷ്യം. 1963 ഗ്രേറ്റ് ട്രെയിൻ റോബറി ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും ധീരവും പ്രശസ്തവുമായ കവർച്ചകളിലൊന്നാണ്. 1963 ഓഗസ്റ്റ് 8 രാത്രി ഗ്ലാസ്ഗോവിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന റോയൽ മെയിൽ ട്രെയിനിൽ നിന്ന് 2.6 മില്യൺ പൗണ്ട് മോഷ്ടിക്കാൻ 15 കൊള്ളക്കാരുടെ സംഘം കൃത്യമായി ആസൂത്രണം ചെയ്ത് ഓപ്പറേഷൻ നടത്തി. ട്രെയിനിൻ്റെ റൂട്ട്, ഷെഡ്യൂൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയെക്കുറിച്ച് കവർച്ചക്കാർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. ബക്കിംഗ്ഹാംഷെയറിലെ ലെഡ്ബേണിനടുത്തുള്ള ഒരു വിദൂര പ്രദേശത്തിലൂടെ ട്രെയിൻ കടന്നു പോകുമെന്ന് അവർക്കറിയാമായിരുന്നു. അവർ അവിടെ പതിയിരുന്ന് പദ്ധതി ആസൂത്രണം ചെയ്തു. കവർച്ച നടത്തുന്നതിന് അവർ ട്രെയിനിൻ്റെ ടൈം ടേബിൾ പഠിക്കുകയും ഷെഡ്യൂൾ ചെയ്ത സ്റ്റോപ്പുകൾ, സ്ഥലത്തെ സുരക്ഷാ നടപടികൾ, ട്രെയിനിൻ്റെ മൊത്തത്തിലുള്ള ലേഔട്ട് എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു. അധികൃതരെ അറിയിക്കാതെ ട്രെയിൻ പ്രവർത്തനരഹിതമാക്കാൻ അനുവദിക്കുന്ന തരത്തിൽ ട്രെയിനിനെ തടസ്സപ്പെടുത്തുന്നത് പദ്ധതിയുടെ ഏറ്റവും നിർണായക ഭാഗങ്ങളിലൊന്നാണ്. കൃത്യമായ ഏകോപനവും സമയക്രമീകരണവും ആവശ്യമാണെന്നറിഞ്ഞ് അവർ കൃത്യമായി ആക്രമണം ആസൂത്രണം ചെയ്തു. ഗ്ലാസ്ഗോവിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഫ്ലൈയിങ് സ്കോട്ട്മാൻ ട്രെയിൻ ശാന്തമായ ഒരു ഗ്രാമീണ സ്റ്റേഷനിലേക്ക് നീങ്ങുന്നു. ട്രെയിൻ വളരെ വലുതാണ്, ചന്ദ്രപ്രകാശത്തിൽ തിളങ്ങുന്നു, പക്ഷേ അത് ഒറ്റപ്പെട്ടതാണ്. ചുറ്റും കുറച്ച് ആളുകളുണ്ട്. കൊള്ളക്കാർ ദൂരെ നിന്ന് നോക്കി തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറെടുക്കുന്നു. കവർച്ചയ്ക്ക് വളരെ മുമ്പ് തന്നെ കവർച്ചക്കാരുടെ യാത്ര ആരംഭിച്ചു. ട്രെയിൻ റൂട്ടിൽ സിഗ്നൽ തകരാറിലാക്കി ട്രെയിൻ നിർത്താൻ നിർബന്ധിച്ച സംഘം ആദ്യം അശ്രദ്ധ സൃഷ്ടിച്ചു. അപ്പോഴേക്കും മോഷ്ടിച്ച വാഹനത്തിൽ സമീപത്ത് കാത്തുനിന്ന കവർച്ചക്കാർ സ്ഥലത്തേക്ക് നീങ്ങി. വിദൂര പ്രദേശത്തിന് സമീപം ട്രെയിൻ നിർത്തിയപ്പോൾ സംഘം ഡ്രൈവറെയും സഹായിയെയും കീഴടക്കി ലോക്കോമോട്ടീവിൽ കയറി. ട്രെയിൻ ഒരു സൈഡിങ്ങിലേക്ക് മാറ്റാൻ സഹായിക്കാൻ അവർ ട്രെയിനിൻ്റെ ജീവനക്കാരെ നിർബന്ധിച്ചു. അവർ അവിടെ വിലയേറിയ ചരക്കുകൾ ഇറക്കുകയാണ് ചെയ്തത്. ട്രെയിൻ വഴിതിരിച്ചു വിട്ടതോടെ സംഘം പണം കടത്താൻ വലിയ ട്രക്ക് ഉപയോഗിച്ചു. അവർ ശ്രദ്ധയോടെ പണം വാഹനത്തിൽ കയറ്റി രംഗവിടാൻ തയ്യാറെടുത്തു. അപ്പോഴെല്ലാം സമീപത്തെ പോലീസിൻ്റെയോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയോ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ കവർച്ചക്കാർ ശ്രദ്ധിച്ചു. കണ്ടെത്താനാകാതെ രക്ഷപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ വേഗത്തിലും കാര്യക്ഷമമായും നടത്താം എന്ന് അവർക്ക് അറിയാമായിരുന്നു. കൊള്ളക്കാരുടെ സൂക്ഷ്മമായ ആസൂത്രണം ഫലം കണ്ടു. ട്രെയിൻ നിർത്തുന്ന സമയം മുതൽ ജീവനക്കാരെ കീഴടക്കാനുള്ള കഴിവ് വരെ സാധ്യമായ എല്ലാ സാഹചര്യങ്ങൾ അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അവർ തങ്ങളുടെ പദ്ധതി കൃത്യമായി നടപ്പിലാക്കി. പോലീസിന് പെട്ടെന്ന് ഒരു സൂചനയും നൽകാതെ പണവുമായി സംഘത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. കവർച്ചയുടെ നിർണായക ഭാഗമായിരുന്നു രക്ഷപ്പെടൽ. ട്രെയിനിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് പണം കൈമാറ്റം ചെയ്ത ശേഷം കവർച്ചക്കാർ ചെറിയ ഗ്രൂപ്പുകളായി പിരിഞ്ഞ് വിവിധ ഒളിസങ്കേതങ്ങളിലേക്ക് വഴിമാറി. അവർ ഇതിനകം നിരവധി ഗേറ്റ്വേ ലൊക്കേഷനുകൾ തയ്യാറാക്കിയിരുന്നു. പ്രാദേശിക ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് ശ്രദ്ധ ആകർഷിക്കാതെ ചുറ്റുപാടുമായി ലയിക്കാൻ അവരെ അനുവദിച്ചു. ഇവർ പ്രവർത്തിക്കുന്ന ഗ്രാമപ്രദേശം മുതലെടുത്ത സംഘം നാട്ടിൻപുറങ്ങളിലേക്ക് ഓടിക്കയറി. കൊള്ളയടിച്ചത് തങ്ങൾക്കിടയിൽ വിഭജിച്ചു. പെട്ടെന്നുള്ള തെളിവുകളൊന്നും അവരിലേക്ക് വിരൽ ചൂണ്ടാതെ അവർ തികഞ്ഞ അച്ചടക്കം പാലിച്ചു. എന്നിരുന്നാലും അധികാരികൾ പെട്ടെന്ന് പ്രതികരിക്കുകയായിരുന്നു. കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടും കൊള്ളക്കാർ ചില പ്രധാന തെറ്റുകൾ വരുത്തി. അത് ഒടുവിൽ അവരുടെ പതനത്തിലേക്ക് നയിച്ചു. കവർച്ച രാജ്യത്തെ സ്തംഭിപ്പിച്ചു. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യവേട്ടകളിലൊന്ന് പോലീസ് വേഗത്തിൽ ആരംഭിച്ചു. അവർ നാട്ടിൻപുറങ്ങളിൽ തിരച്ചിൽ നടത്തി. സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നതുവരെ ചോദ്യം ചെയ്തു.
സ്ഥലത്തെ സുരക്ഷാ സംവിധാനങ്ങൾ അവർ വിശകലനം ചെയ്യുകയും കവർച്ചക്കാർ പിടിക്കപ്പെടാതെ എങ്ങനെ ട്രെയിനിനുള്ളിൽ പ്രവേശിച്ചെന്ന് നിർണ്ണയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പണം കടത്താൻ ഉപയോഗിച്ച മോഷ്ടിച്ച വാഹനം പോലീസ് കണ്ടെടുത്തതാണ് ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്ന്. വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. അതിനുള്ളിൽ കണ്ടെത്തിയ ഫോറൻസിക് തെളിവുകൾ ഒടുവിൽ അന്വേഷണ സംഘത്തെ പ്രധാന അംഗങ്ങളിലേക്ക് നയിച്ചു. കവർച്ചക്കാരെ പിടികൂടിയതോടെ അവരെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു. സംഘം തങ്ങളുടെ ആസൂത്രണത്തിൽ വളരെയധികം ആത്മവിശ്വാസം പുലർത്തിയിരുന്നു. കൂടാതെ അവരുടെ വിരലടയാളമോ മറ്റ് തെളിവുകളോ അവശേഷിപ്പിക്കാനുള്ള സാധ്യത കണക്കാക്കുന്നതിൽ പരാജയപ്പെട്ടു. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഘത്തിലെ അംഗങ്ങളെ ഒന്നൊന്നായി പോലീസ് അറസ്റ്റ് ചെയ്തു. കവർച്ചയുടെ പിന്നിലെ സൂത്രധാരനായ ബ്രൂസ് റെയ്നോൾഡ് അദ്ദേഹത്തിന് നിരവധി കൂട്ടാളികളോടൊപ്പം ഒടുവിൽ പിടിക്കപ്പെട്ടു. ഇവരെയെല്ലാം കവർച്ചക്കുറ്റം ചുമത്തി വിചാരണയ്ക്ക് കൊണ്ടുവന്നു. അവസാനം റെയ്നോൾഡും സംഘത്തിലെ മറ്റു നിരവധി അംഗങ്ങളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. നീണ്ട ജയിൽ ശിക്ഷ വിധിച്ചു. വൻതുക തട്ടിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടും ഇവരെ പിടികൂടാനുള്ള പോലീസിന്റെ കഴിവിന് സംഘം വില കുറച്ച് കാണുകയായിരുന്നു. കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് കരുതിയിരുന്ന കവർച്ചക്കാർ അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ അഭിമുഖീകരിച്ചു. രസകരമെന്ന് പറയട്ടെ, സംഘം 2.6 മില്യൺ പൗണ്ട് മോഷ്ടിച്ചെങ്കിലും പണത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ.